ഗായ്സ്, ധനഞ്ജയ് ശങ്കറിന്റെ ഭയം ഭക്തി ബഹുമാനം ബബ്ബ ഓഫ് കോഴ്സ് ദിലീപിന്റെ ഒരു കംബാക്ക് മൂവിയാണ്. ഒരു പ്രതീക്ഷയില്ലാണ്ട് കാണാൻ പോയ സിനിമയാണ്. പക്ഷേ കണ്ടു തുടങ്ങി കഴിഞ്ഞ് 10-15 മിനിറ്റ് ആയപ്പോഴേക്കും ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചൊരു മൂഡ് ഉണ്ടായിരുന്നു. ആ മൂഡിലോട്ട് ഞാൻ ഇന്നായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് മൊത്തം വൈബ് അടിച്ച് കണ്ട സിനിമയാണ്. അതായത് ഒരു കഥയും പ്രത്യേകിച്ച് പറയാനില്ല, ഒരു ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവര് പറയുന്ന പോലെ നോ ലോജിക് ഓൺലി മാഡ്നെസ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അത് മാത്രം ഇതിനകത്ത് നോക്കിയാൽ മതി. കുറെ പേരുടെ വട്ട് കഥാപാത്രങ്ങൾ, കുറെ വട്ട് പരിപാടികൾ, പക്ഷെ കണ്ടിരിക്കാൻ നൈസാണ്. വിഷ്വലി റിച്ച് ആയിട്ട് അങ്ങോട്ട് ചെയ്തു വെച്ചു. നമ്മുടെ തമിഴിലെ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി പോലത്തെ സിനിമയില്ലേ, അതുപോലെയുള്ള സിനിമയാണിത്. അതേപോലെ പറയത്തക്ക ഒന്നുമില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു വൈബിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. ആ വൈബിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ സിനിമ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. വൈബിലോട്ട് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായിരിക്കും സ്വാഭാവികമായിട്ടും. എന്തായാലും ഞാൻ ആ ഒരു വൈബിലോട്ട് എത്തിയിട്ടാണ് ഈ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞത്. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ദിലീപിന്റെ സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാം ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ അത്തരം സിനിമകളുടെ ഇടയിൽ ഈ സിനിമ വരുന്ന സമയത്ത് ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് എന്നതിനപ്പുറത്തോട്ടായിട്ട് ദിലീപിന്റെ തിരിച്ചുവരവിന് മോഹൻലാൽ ഒരു വലിയ കാരണക്കാരനായി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സത്യത്തിൽ ദിലീപിനെ ഇത്തവണ രക്ഷിച്ചെടുത്തത് മോഹൻലാൽ ആണ്. ഉറപ്പായിട്ടും പറയാൻ പറ്റും, സിനിമ കണ്ടവർക്ക് പറയാൻ പറ്റും. ഒരു അഴിഞ്ഞാട്ട പരമ്പര എന്നൊക്കെ പറയുന്ന സംഗതിയായിരുന്നു ത്രൂ ഔട്ട് ഇതിനകത്ത്. എല്ലാ കഥാപാത്രങ്ങളും ദിലീപ് തൊട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, മോഹൻലാല്, എല്ലാവരും അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല്. സീരിയസ്ലി ഇതിനകത്ത് നായകൻ ദിലീപ് ആണെങ്കിലും മോഹൻലാലാണ് എടുത്തു പറയേണ്ട സംഗതി. ലാലേട്ടന് എത്ര വർഷങ്ങളായിന്നറിയോ ഈ ലെവലിലൊന്ന് കണ്ടിട്ട്. ലാലേട്ടന്റെ ഒക്കെ ഒരു അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയുന്ന സംഗതി ഭയങ്കര രസം. പുള്ളിക്കാരന്റെ ക്യാരക്ടർ, പുള്ളിക്കാരനോ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒറ്റ സംഗതിയുള്ളൂ, പുള്ളിക്കാരന്റെ വിഗാണ്. അത് ഭയങ്കര അലമ്പായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ലാലേട്ടന്റെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ട് കോമഡി ചെയ്യുന്നു. പുള്ളിക്കാരന്റെ പഴയ സിനിമകളിലെ റെഫറൻസ് കൊണ്ടുവരുന്നു, അത് വെച്ച് കുറെ ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. ആ ഹൈപ്പ് വെച്ചാണ് സിനിമ അങ്ങോട്ട് മുമ്പോട്ട് പോണത്. അപ്പം ലാലേട്ടന്റെ പെർഫോമൻസ് ആണ് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ദിലീപിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പുള്ളിക്കാരനും ഈ പറയുന്ന പോലെ കുറെ കാലത്തിന് ശേഷം നൈസായിട്ടൊന്ന് പെർഫോം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പലപ്പോഴും നമ്മുടെ കുറെ പേര് കമന്റ് ചെയ്ത സംഗതി തന്നെയാണ്, ഈ സിനിമയ്ക്കകത്ത് വാളയാർ പരമശിവന്റെ ആ ലുക്ക് ദിലീപിനുണ്ടെന്നൊക്കെ. ഉണ്ട്, തീർച്ചയായിട്ടും പല ഭാഗങ്ങളിലും വാളയാർ പരമശിവമാവാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെട്ടത്തിലെ ഒരു ലുക്ക് വരുന്നുണ്ട്, പല സംഭവങ്ങൾ വരുന്നുണ്ട്, വെട്ടം സിനിമയിലെ റെഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ആ ദിലീപിനെ കാണിക്കുന്ന ഇൻട്രോ സീൻ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ ഒരു സൂചന സിനിമ കൊടുത്തിട്ടുണ്ട്. ദിലീപിന്റെ പണ്ടത്തെ ആ പഴം ചവിട്ടി തെന്നി വീഴുന്ന ആ പരിപാടികളൊക്കെ വിട്ടു, ഇത് വേറെ പരിപാടിയാണെന്നുള്ളൊരു സൂചന കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ദിലീപിന്റെ പണ്ടത്തെ സിനിമകളുമായിട്ടുള്ള യാതൊരു സാമ്യം കാണുന്നില്ല, അത്തരം കഥാപാത്രങ്ങളുമായിട്ട് യാതൊരു സാമ്യം കാണുന്നില്ല. റെഫറൻസ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ദിലീപിന്റെ പതിവ് ചളികൾ, അത്തരം ചളി കോമഡികള്, പഴം തെന്നി വീഴൽ പോലത്തെ ഒരു പരിപാടിയില്ല. പിന്നെ അതേപോലെ തന്നെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഡയലോഗ്സ് ഒന്നുമില്ല. ഇത് കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം പവർഫുൾ ആണ്, പ്രത്യേകിച്ചും മേക്കിംഗ് സംഭവങ്ങൾ. അപ്പൊ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദിലീപ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം കയ്യടി കിട്ടിയ ഒരു സംഭവമായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ ആ പെർഫോമൻസിന്. തിയേറ്ററിൽ ഏറ്റവും അധികം കയ്യടി വാങ്ങിച്ചൊരു കക്ഷിയാണ് ധ്യാൻ ശ്രീനിവാസൻ. എല്ലാ തട്ടുപൊളിപ്പൻ സിനിമയിലും അഭിനയിച്ച് എല്ലാ ചീത്തപ്പേരും വാങ്ങി വെക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയ്ക്കകത്ത് നൈസായിട്ട് പെർഫോം ചെയ്തു. പുള്ളിക്കാരനെ അഭിനയിക്കാൻ അറിയാം, പുള്ളിക്കാരനെ അഭിനയിപ്പിച്ചെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ചെയ്യേണ്ട പോലെ ചെയ്യാൻ അറിയാം എന്നുള്ളതിന്റെ ഒരു വലിയ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ മൂവി. ധ്യാൻ ശ്രീനിവാസന്റെ കാര്യം. അതുപോലെ വിനീത് ശ്രീനിവാസൻ അഴിഞ്ഞാട്ടം തന്നെയാണ് പുള്ളിക്കാരൻ. അഴിഞ്ഞാട്ടം എന്ന് വെച്ചാല് നൈസ് പെർഫോമൻസ്. പുള്ളിക്കാരൻ ശക്തനായിട്ടുള്ള ഒരു എതിരാളിയായിട്ട്, പ്രതിയോഗിയായിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ദിലീപ് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ദിലീപിന്റെ ആ കഥാപാത്രത്തിന് പറ്റിയിട്ടുള്ള രീതിക്ക് കരുത്തനായിട്ടുള്ള ഒരു പ്രതിയോഗിയായിട്ട്, ഒരു വില്ലനായിട്ട് പുറത്ത് വിനീത് ശ്രീനിവാസൻ നിൽക്കുന്നുണ്ട്. വിനീതിന്റെ പെർഫോമൻസ് നൈസാണ്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ധ്യാനും വിനീതും ഒരുമിച്ച് വരുന്ന കുറെ കോമ്പിനേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതും ഈ പറയുന്ന പോലെ, ഈ പറയുന്ന കോമഡി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കയ്യടി ആണെങ്കിലും ഒക്കെ നേടിയിട്ടുള്ള കുറെ സംഗതികളാണ്. പിന്നെ സലീം കുമാർ, പുള്ളിക്കാരന്റെ പണ്ടത്തെ ഭീഷ്മമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി പോലത്തെ റെഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇന്റർവെൽ സംഭവമൊക്കെ തുടങ്ങുന്നതിന് മുൻപായിട്ടുള്ള ഒരു DJ സെറ്റപ്പ് ഉണ്ട്, നൈസ് ആയിട്ടുള്ള സംഭവമാണ്. ഈ സിനിമയിൽ ഒരു മാഡ്നെസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആ DJ സെറ്റപ്പ് മുതലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിയാസ് ഖാന്റെ ഗംഭീരമായിട്ടുള്ള സംഗതികളൊക്കെ വരുന്നുണ്ട്, കുറച്ച് ഭാഗമുള്ളൂ, പക്ഷെ കൊള്ളാം, അതും കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പിന്നെ നായികമാരും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിനകത്ത് ഇമോഷണൽ സംഭവങ്ങളുണ്ട്, കോമഡി ഉണ്ട്, അഴിഞ്ഞാട്ട പരമ്പര എന്ന് പറയുന്ന സംഗതി ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട 2 വ്യക്തികളാണ്, ഒന്ന് ഫഹീം സഫർ, അതുപോലെ തന്നെ നൂറിൻ ഷെരീഫ്.
രണ്ടുപേരും നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. തിരക്കഥയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഈ പറയുന്ന പോലെ റെഫറൻസും കാര്യങ്ങളും എടുത്ത് കൈ കിട്ടിയ ആക്ടേഴ്സിനെ വെച്ച് മാക്സിമം എന്തൊക്കെ ഔട്ട് എടുക്കാൻ പറ്റുമോ അതിന് പറ്റിയ എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്ന് നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. എവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരെ എന്തൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനകത്തുള്ള കഥാപാത്രങ്ങളായിട്ട് ആദ്യം പ്രണവ് മോഹൻലാലിനെയും അതുപോലെ തന്നെ മോഹൻലാലിനെയും ആയിരുന്നു തീരുമാനിച്ചത്. പിന്നീട് മാറ്റിയതാണ് ദിലീപിന് വേണ്ടിയിട്ടെന്ന്. അപ്പൊ ദിലീപിന് വേണ്ടി മാറ്റിയ സമയത്ത് നല്ല പോലെ എഫേർട്ട് എടുത്ത് നല്ല പോലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഹൈപ്പിന് മാത്രമുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് മാക്സിമം പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ബൈജു സന്തോഷ് എടുത്ത് പറയേണ്ട കക്ഷിയാണ്. ഒരു ഓറയുണ്ട് പുള്ളിക്കാരന് ഏത് കഥാപാത്രമായി വന്നാലും എന്തായിട്ട് വന്നു കഴിഞ്ഞാലും പുള്ളിക്കാരനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഓറയുണ്ട്. ആ കഥാപാത്രത്തിലേക്ക് പുള്ളിയെ കൊണ്ടുപോയിട്ട് നമ്മളെ ഉണ്ടല്ലോ ദൂരത്തുനിന്ന് നോക്കുന്ന സമയത്ത് പോലും നമുക്കൊരു മതിപ്പ് വരുന്ന രീതിക്ക് നമുക്ക് ആ ഒരു കഥാപാത്രത്തോട് പോലും ഭയങ്കരമായിട്ടുള്ള ഒരു ബഹുമാനമൊക്കെ വരുന്ന രീതിക്ക് നമ്മളിങ്ങനെ അകലത്തുനിന്ന് നോക്കി കാണുന്ന ഒരു ഓറയുണ്ട് പുള്ളിക്കാരന്. അപ്പൊ അതേ സാധനമാണ് ഇതിനകത്തും ത്രൂ ഔട്ട് ഇങ്ങനെ പോയിട്ടുള്ളത്. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി പലയിടങ്ങളിലും കോമഡി കുറച്ച് ഏൽക്കാണ്ട് വന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഉദ്ദേശിച്ചൊരു ഇമ്പാക്ട് പല കോമഡികൾക്കും കിട്ടിയിട്ടില്ല. കുറച്ചും കൂടി നന്നാക്കിയിരുന്നെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ കുറെ കൂടി നന്നാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് പറയത്തക്ക പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഒരു ക്യാമിയോ റോളൊക്കെ ആയിട്ട് ഒരു കക്ഷി വരുന്നുണ്ട്. തിയേറ്ററിൽ ഉറപ്പായിട്ടും കയ്യടി കിട്ടുമെന്ന് ഉറപ്പുള്ള ഭാഗമാണത്. ആ ഒരു കക്ഷി ലാലേട്ടനും മുകളിൽ നിൽക്കുന്ന അതൊക്കെ മുകളിൽ നിൽക്കുന്ന രീതിക്ക് ഒരു കയ്യടി വാങ്ങാനായിട്ട് ഒരു കക്ഷി പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന ക്യാമിയോ റോളിൽ. അപ്പൊ ഈ സിനിമയുടെ രണ്ടാം ഭാഗം വരും എന്നുള്ള ഒരു സൂചനയൊക്കെ നൽകിക്കൊണ്ടാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, രണ്ടാം ഭാഗം വന്നു കഴിഞ്ഞാലും കാണാൻ പറ്റാവുന്ന രീതിക്ക് തന്നെയാണ് ഫസ്റ്റ് ഭാഗമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ രണ്ടാം ഭാഗം വന്നു കഴിഞ്ഞാലും കാണുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല, കണ്ടിരിക്കും. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ ഒരു ലോജിക്കും നോക്കാണ്ട് എല്ലാവിധ മാഡ്നെസ്സും കാണാൻ പറ്റുമെങ്കിൽ, ഒരു പൊളിറ്റിക്സും നോക്കാണ്ട് ഈ സിനിമ കാണാൻ പറ്റുമെങ്കിൽ, സിനിമയെ സമീപിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഈ സിനിമ തന്നിരിക്കും. അതുപോലെ കുറെ ആർട്ടിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അവരുടെ പേരുകളെല്ലാം ഞാൻ പറയുന്നില്ല. ബാലു വർഗീസ് വരുന്നുണ്ട്, ഫഹീം റൈറ്റേഴ്സിലായിട്ടുള്ള ഫഹീം വരുന്നുണ്ട്, അതുപോലെ തന്നെ നൂറിനൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന് അഭിനയിച്ചു പോകുന്നുണ്ട്. എല്ലാവരും അവരവരുടെ റോളുകളൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ സിനിമ നല്ല സിനിമയാണ്. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടമായിട്ടുണ്ട്.